ഹലോ ടീച്ചേഴ്സ്, നമസ്തേ. ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ആദിവാസി ദർശൻ, വൃദ്ധജൻ വിമർശ്, അല്പസംഖ്യക് വിമർശ്. ഈ മൂന്നാണ് അതിൽ വരുന്ന രചനകളും രചനാകാരും നമുക്ക് നോക്കാം. ആദ്യം രമണിക ഗുപ്തയാണ് ആദിവാസി വിമർശിൽ വരുന്നത്. ആദിവാസി ശൗര്യ ഓർ വിദ്രോഹ്, ആദിവാസി വികാസ് വിസ്ഥാപന, ആദിവാസി സാഹിത്യ യാത്ര, ആദിവാസി കോൺ, आदिवासी अस्मिता का संकट, आदिवासी लेखन एक उभरती चेतना. അടുത്തത് സുശ്രീ ശരത് സിംഗ് ആണ്. आदिवासियों का संसार, आदिवासी परंपरा, आदिवासी लोक कथाएं, आदिवासी लोक नृत्य गीत, आदिवासियों की देवी देवता, आदिवासी क्षेत्रों की लोक कथाएं. അടുത്തത് ഹരിഹർ വൈഷ്ണവ് ആണ്. ബസ്തർ की आदिवासी एवं लोक हस्तशिल्प परंपरा, बस्तर की आदिवासी एवं लोक हस्तशिल्प परंपरा. അടുത്തത് ദേവേന്ദ്ര ഗോൽദാർ നേഗി കിന്നൗർ, ആദിവാസി സംസ്കൃതി के आर्थिक आधार. അടുത്തത് ഹരിറാം മീണ എഴുതിയ ആദിവാസി ദുനിയ. അടുത്തത് ഗംഗാ സഹായ് മീണ എഴുതിയ ആദിവാസി സാഹിത്യ വിമർശ്. അടുത്തത് ഗണേഷ് ദേവി എഴുതിയ ഗുമന്തു ഹേ പർ ചോർ നഹി. അടുത്തത് വൃദ്ധ ജനവിമർശാണ്. ഉഷാ പ്രിയംവദയുടെ വാപ്പസിയാണ്, അത് കഹാനിയാണ്, നമുക്കറിയാം. അടുത്തത് ഭീഷ്മ സാഹിനി എഴുതിയ ഒരു കഥയാണ് ചീഫ് കി ദാവത്ത്. അടുത്തത് രാമാവതാർ ഡൽത്തി ശ്യാമ, 2013 രാമാവതാർ എഴുതിയ ഡൽത്തി ശ്യാമാണ്. അടുത്തത് മാലതി ത്രിപാഠി എഴുതിയ അബുത്തോ ഷാം ഹോ ഗയി ഹെ, 2014 അതിൻ്റെ ഇയർ വരുന്നത്. അടുത്തത് അല്പസംഖ്യക് വിമർശകാണ്. മുക്കുട് ബിഹാരി ലാൽ എഴുതിയ ഇസ്ലാം ഓർ ആധുനിക് ഭാരത്, 2009 അതിൻ്റെ പ്രകാശൻ വർഷ്. അടുത്തത് പത്മശ്രീ മുസഫർ എഴുതിയ ഖത്തരെ അല്പസംഖ്യക്വാദ് കെ, 2010 അതിൻ്റെ വർഷം. അടുത്തത് ഹുസൈൻ എഴുതിയ ഇസ്ലാം ഓർ ഷാക്കാഹാർ, 2015 എഴുതിയത്. അടുത്തത് അരുൺ ഭോലെ എഴുതിയ ധർമ്മോം കി കത്താർ മീം ഇസ്ലാം, 2017 അതിൻ്റെ പ്രകാശൻ വർഷം വരുന്നത്. അടുത്തത് താരിഖ് ഫത്തഹ് എഴുതിയ ഇസ്ലാമിക് രാജ് കാ ഭ്രമ, 3 ഭാഗങ്ങളിലായിട്ടാണ് അത് എഴുതിയത്. താരിഖ് ഫത്തഹ് എഴുതിയ ഇസ്ലാമിക് രാജ് കാ ഭ്രമ 3 ഖണ്ഡോമേ. എത്രയാണ് അതിൻ്റെ വർഷം വരുന്നത്? 2018 അതിൻ്റെ വർഷം വരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ എല്ലാവരും നന്നായിട്ട് നോക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പല എക്സാമിനും ചോദിക്കാറുണ്ട്. കഴിഞ്ഞൊരു JLTക്ക് ഈ ഒരു ആദിവാസി ലേഖികനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, രമണിക ഗുപ്തനെ കുറിച്ച്. അതുപോലെ ദളിത് വിമർശിൽ വരുന്നതിൽ ഓം പ്രകാശ് വാത്മീകി, മോഹൻദാസ് നൈമിഷ് റായി ഒക്കെ അവരൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, നോട്ട് ചെയ്ത് പഠിക്കുക. ധന്യവാദ്.